കോട്ടയത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിന് ശേഷം പാലായിലെത്തിയ മാണിയെ പ്രവർത്തകരും നേതാക്കളും ആവേശത്തോടെയാണ് സ്വീകരിച്ചത്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാൻ ഒരു അവസരം ലഭിക്കുക എന്നുള്ളത് ജീവിതത്തിലെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് ലഭിച്ച ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മന്ത്രിമാരായ പി.ജെ. ജോസഫ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തെങ്കിലും കേരള കോൺഗ്രസ് വൈസ് ചെയർമാൻ കൂടിയായ പി.സി. ജോർജ് ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നു. സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ബാർക്കോഴ വിഷയം ചർച്ച ചെയ്യുന്നത് സംബന്ധിച്ച് ഇരുവരും വിപരീത നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. എന്നാൽ ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നതിൽ അസ്വാഭാവികത ഒന്നുമില്ലെന്ന് പി.സി. ജോർജ് റിപ്പോർട്ടറോട് പറഞ്ഞു. നാളെ ഉച്ചയോടുകൂടിയെങ്കിലും പോകണ്ടേ, അത് അതിന്റെ കടമയല്ലേ, ബാധ്യത നിറവേറ്റണ്ടേ. അതുകൊണ്ട് ഞാൻ അവിടെ അപ്രസക്തമാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. അല്ലെങ്കിൽ ഞാൻ അതിന് മുന്നേ കണ്ടേ, ഞാൻ ചെന്നൈ തീരുന്ന നിർബന്ധമുള്ളൊരു വേദിയാണെങ്കിൽ ആ വേദിക്ക് മുന്നേ പി.സി. ജോർജ് ഉണ്ടാകുമായിരുന്നു, യാതൊരു സംശയം വേണ്ട. ബജറ്റ് അവതരണത്തിനിടെ LDF MLA-മാർ സ്വീകരിച്ച നിലപാടിനെ രൂക്ഷമായി വിമർശിക്കുന്നതായിരുന്നു മാണിയുടെ മറുപടി പ്രസംഗം. വനിതാ MLA-മാരുടെ നിലപാടിനെ മാണി രൂക്ഷമായി പരിഹസിച്ചു. മാർക്സിസ്റ്റ് വനിതകളുണ്ടല്ലോ, അവർക്കൊരു പ്രത്യേക ഒരിതാ, അവരെ എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഇരുത്തിയപ്പോഴത്തേക്ക് യഥാർത്ഥത്തിൽ ഞാൻ തളർന്നു പോയി. വേറെ വല്ലവരുമാണെങ്കിൽ വന്നാൽ എനിക്ക് കയറി പിടിക്കാം. ഇവരെയെല്ലാം തൊട്ടുപോയെങ്കിൽ പിന്നെ സ്ത്രീ പീഡനമായി. എന്നാൽ മാണിയെ കോൺഗ്രസ് ഒറ്റക്കെട്ടായി സംരക്ഷിക്കുമെന്നും മാണിയെ ബലിയാടാക്കാനുള്ള നീക്കത്തെ ചെറുക്കുമെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. ഇതിന് വിരുദ്ധമായി ഉയർന്നുവരുന്ന ഭിന്നസ്വരങ്ങൾ അംഗീകരിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് മാണി സാറിനോടൊപ്പം. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ശബ്ദവും കോൺഗ്രസ് പാർട്ടിയോ കോൺഗ്രസിന്റെ നേതൃത്വമോ അംഗീകരിക്കില്ല. അതേസമയം KPCC യോഗത്തിൽ KM മാണിയെ രൂക്ഷമായി വിമർശിച്ച കോട്ടയം DCC പ്രസിഡന്റ് ടോമി കല്ലാനി ചടങ്ങിൽ പങ്കെടുത്തില്ല. കോട്ടയത്ത് നിന്ന് സനൽ ഫിലിപ്പിനൊപ്പം യദു നാരായണൻ, റിപ്പോർട്ടർ, ഇടുക്കി.